ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കാര്യമല്ല. അദ്ദേഹം സത്യസന്ധനായതുകൊണ്ടും അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ നിരവധി നിയോജക മണ്ഡലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ പറഞ്ഞാൽ, ഞാൻ 2019 ആറ്റിങ്ങൽ പാർലമെന്റിൽ മത്സരിക്കാൻ എൻ്റെ പാർട്ടി ചുമതലപ്പെടുത്തിയപ്പോൾ ഞാൻ അന്ന് വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ 1,14,000 വോട്ടുകളായിരുന്നു ഇരട്ട വോട്ടുകൾ ആയി കണ്ടെത്താൻ കഴിഞ്ഞത്. അതിനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ ഇവിടെ ജില്ലയുടെ ചുമതല നോക്കുന്ന ജില്ലാ കളക്ടർക്കും അത് കൂടാതെ തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർക്ക് വരെ അന്ന് പരാതി കൊടുത്ത ഒരാളാണ് ഞാൻ. കൊടുത്ത പരാതി വെറുതെ കൊടുത്തതല്ല, ഇതെല്ലാം CD-യിൽ പകർത്തിക്കൊണ്ട് രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ അന്ന് പരാതി കൊടുത്തത്. ആ പരാതി പരിശോധന നടത്തിയതിനു ശേഷം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഒരു നിർദ്ദേശം കൊടുത്തു. സ്ഥാനാർത്ഥി പറഞ്ഞത് ശരിയാണ്, അതിനെതിരെ നടപടികൾ ഉണ്ടാകണം എന്ന് പറഞ്ഞപ്പോഴാണ് അന്നത്തെ കളക്ടർ പറഞ്ഞത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ആരെങ്കിലും കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി ബൂത്തുകളിൽ എത്തിയാൽ അവർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകും എന്ന് അന്നത്തെ കളക്ടർ പ്രഖ്യാപിച്ചു. മാത്രമല്ല, അതിനകത്ത് ഒരു കാര്യമുള്ളത്, നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാകരുത്, ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പേരുകളൊന്നും ഒഴിവാക്കിയിട്ടില്ല. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് 1,14,000 വോട്ടുകളായിരുന്നു എങ്കിൽ ഇപ്പൊ 2024 തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് പരിശോധനയിലൂടെ കാണാൻ കഴിഞ്ഞത് 1,64,000 വോട്ടുകൾ കള്ള വോട്ടുകൾ എന്നുള്ള നിലയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നുകൂടി. ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഗവൺമെന്റ് കൊടുത്ത ഒരു നിർദ്ദേശമുണ്ട്. അത് വാക്കാൽ കൊടുത്ത നിർദ്ദേശമാണ്, അല്ലാതെ രേഖാമൂലം കൊടുത്ത നിർദ്ദേശമല്ല. ആ നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളത് ആളുകളെ ആരെയും ഒഴിവാക്കാൻ പാടില്ല എന്ന് വെച്ചാൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുള്ള ഡബിൾ വോട്ടിംഗ് എന്നുള്ള നിലയിൽ വന്നിട്ടുള്ള ഒരാളിനെ പോലും ഒഴിവാക്കാൻ പാടില്ല എന്ന നിർദ്ദേശം വാക്കാൽ കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ അതൊന്നും നോക്കാൻ തയ്യാറായിട്ടില്ല. പിന്നെ പരാതികൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ പരാതികൾക്കൊരു പരിഹാരം എന്നുള്ള നിലയിൽ പല നിയോജക മണ്ഡലങ്ങളിലും 10, 100, 250, 300 വോട്ടുകൾ ഒഴിവാക്കി എന്ന് പറഞ്ഞ് ഒരു മറുപടി മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ 1,64,000 വോട്ടുകൾ ഈ 2024 തെരഞ്ഞെടുപ്പിലും അധിക വോട്ടുകൾ ഡബിൾ വോട്ടിംഗ് ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഞാൻ സമീപിച്ചു. ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ തെളിവുകളും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഇത് ശരിയാണ്, അതുകൊണ്ട് എല്ലാ ബൂത്തുകളിലും 1426 ബൂത്തുകളാണുള്ളത്, 1426 ബൂത്തുകളിലും വെബ് ക്യാമറ വെക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ആണ് തൽക്കാലം ഞാൻ വലിയ വോട്ടിൻ്റെ ഒന്നും ഭൂരിപക്ഷത്തിലല്ലെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞത് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഒരു കാര്യം, ഞാൻ ഇവിടുത്തെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, കേരളത്തിൽ പല നിയോജക മണ്ഡലങ്ങളും ഇതേപോലെ പരിശോധന നടത്തിയാൽ ആ പരിശോധനയിലൂടെ ഇതുപോലെയുള്ള കള്ളത്തരങ്ങൾ CPM ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പല കള്ളത്തരങ്ങളും പുറത്തേക്ക് വരും. അത് കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ചുമതലയാണ്. അത് ഞങ്ങളത് ഏറ്റെടുക്കുക മാത്രമല്ല അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നടപടികളുമായി മുമ്പോട്ട് പോകും.